പ്രധാന വാർത്തകൾ. നിയമമന്ത്രി എന്നുള്ള നിലയിൽ നിയമവ്യവസ്ഥയോടുള്ള ആദരവ് സൂചകമായി ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം ഇതിനാൽ രാജിവെക്കും. കടുത്ത സമ്മർദ്ദങ്ങൾക്കും നാടകീയ സംഭവങ്ങൾക്കും ഒടുവിൽ കെ.എം. മാണി രാജിവെച്ചു. രാജി നിയമവ്യവസ്ഥയോടുള്ള ആദരസൂചകമായെന്ന് മാണി. പിന്തുണ പ്രഖ്യാപിച്ച് തോമസ് ഉണ്ണിയാടൻ ചീഫ് വിപ്പ് സ്ഥാനം രാജിവെച്ചു. മാണി കുറ്റവാളിയല്ലെന്നാണ് UDFന്റെ എപ്പോഴത്തെയും നിലപാടെന്ന് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തോട് ഞാനോ UDFോ രാജി ആവശ്യപ്പെട്ടില്ല. സ്വീകരിച്ചത് മാണിയുടെ രാജി മാത്രമെന്നും മുഖ്യമന്ത്രി. വ്യവസായ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് 5 വർഷ കാലാവധിയുള്ള വിസ അനുവദിക്കുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം. വ്യവസായ പ്രമുഖർക്ക് വിസ അനുവദിക്കുക സമാന നടപടിക്രമങ്ങളുള്ള രാജ്യങ്ങളുമായി. വിദേശികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം കുവൈത്ത് പാർലമെന്ററി സമിതി തള്ളി. നടപടി ഭരണഘടനയ്ക്കും ശരീഅത്ത് നിയമങ്ങൾക്കും എതിരാണെന്ന കാരണത്താൽ. നിർദ്ദേശം മുമ്പ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് MP കാമിൽ അല്ലാവാദി. വ്യാവസായിക രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് 5 വർഷ കാലാവധിയുള്ള സന്ദർശന വിസ അനുവദിക്കുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം. സൗദി വ്യവസായ പ്രമുഖർക്ക് സമാന രീതിയിൽ വിസ അനുവദിക്കുന്ന രാജ്യങ്ങളുമായി ധാരണയുണ്ടാക്കിയ ശേഷമാണ് വിസ അനുവദിക്കുക. വ്യാവസായിക രാജ്യങ്ങളിൽ നിന്നുള്ള വ്യവസായികൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താനും സൗദി സ്ഥാപനങ്ങളുമായി ധാരണയുണ്ടാക്കാനുമായി സന്ദർശന വിസ അനുവദിക്കാനാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പദ്ധതി. ഈ രാജ്യങ്ങളുമായി ധാരണാപത്രം ഒപ്പുവെച്ച ശേഷമാണ് 5 വർഷ കാലാവധിയുള്ള വിസ അനുവദിച്ചു തുടങ്ങുക. മൾട്ടിപ്പിൾ എൻട്രിയുള്ള ഇലക്ട്രോണിക് വിസയ്ക്ക് വിദേശത്തു നിന്ന് അപേക്ഷിക്കാനാവും. സൗദി പൗരന്മാർക്ക് സമാനമായ വിസ അനുവദിക്കുന്ന രാജ്യങ്ങളിലെ സന്ദർശകർക്കാണ് പുതിയ സൗകര്യം ഉപകരിക്കുക. നിലവിൽ അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അനുവദിക്കുന്ന 5 വർഷ കാലാവധിയുള്ള വിസ കൂടുതൽ വ്യാവസായിക രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് വിദേശകാര്യ മന്ത്രാലയം ഉദ്ദേശിക്കുന്നത്. അസഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. പുത്തൻ വാഹനങ്ങളുടെ വിസ്മയമൊരുക്കി അന്താരാഷ്ട്ര മോട്ടോർ ഷോക്ക് ദുബായിൽ തുടക്കമായി. ആഡംബര കാറുകളുടെ ഏറ്റവും പുതിയ മോഡലുകൾ പുറത്തിറക്കിയ ഷോയിൽ ലോകത്തിലെ എല്ലാ പ്രമുഖ കമ്പനികളും പങ്കെടുക്കുന്നുണ്ട്. ആഡംബര കാറുകളുടെയും ഏറ്റവും പുതിയ മോഡൽ കാറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ലോകമാണ് ദുബായ് അന്താരാഷ്ട്ര മോട്ടോർ ഷോയിൽ ഒരുക്കിയത്. റോൾസ് റോയ്സ്, BMW, വോൾസ്വാഗൺ, ലാൻഡ് റോവർ, ഫിയറ്റ്, ടൊയോട്ട തുടങ്ങി നിരവധി പ്രമുഖ കാർ കമ്പനികളുടെ പുതിയ മോഡലുകൾ മേളയിൽ പുറത്തിറക്കി. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ എല്ലാ പ്രമുഖ കമ്പനികളും മോട്ടോർ ഷോയിൽ എത്തിയിട്ടുണ്ട്. വാഹനപ്രേമികളുടെ മനം കവരുന്ന മോഡലുകളാണ് പല കമ്പനികളും മോട്ടോർ ഷോയിൽ പരിചയപ്പെടുത്തുന്നത്. പ്രമുഖ ഫിയറ്റ് കാർ ഗ്രൂപ്പിലെ ജീപ്പ്, ക്രൈസ്ലർ, ആൽഫ റോമിയോ തുടങ്ങി കമ്പനികൾ ആകർഷകവും അത്യാധുനികവുമായ സൗകര്യങ്ങളോടെയാണ് പുതിയ വാഹനങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ മോട്ടോർ ഷോയിലെ സാന്നിധ്യം വലിയ സാധ്യതയാണ് തുറക്കുന്നതെന്ന് ക്രൈസ്ലർ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് PR ഹെഡ് മാത്യു സഗരിയ പറയുന്നു. Today we just launched the new 1-ton pickup from Fiat Professional. It was an entry into a segment that we were not there before. ഇപ്പോൾ പിക്കപ്പ് ട്രക്സ് എന്ന് പറയുന്നത് ഒരു വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടൊരു വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു സെഗ്മെൻ്റാണ്. അതിലിപ്പോൾ ഞങ്ങൾക്കും വന്ന് ഒരു എൻട്രി കിട്ടി വിത്ത് ദിസ് ന്യൂ മോഡൽ. Other than that, we've also had our best sellers on the floor. Chrysler side in the 300C ഉണ്ട്, പുതിയ 200 ഉണ്ട്. റാമിനാണെങ്കിൽ ട്രക്സ് we have the pickup and the Ram Rebel എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് which is just behind you. On the Dodge side, Charger ഉണ്ട്, 707 horsepower ഉള്ള Hellcat ഉണ്ട്, which is the red one behind me. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നവംബർ 14 വരെ 5 ദിവസം നീളുന്ന അന്താരാഷ്ട്ര മോട്ടോർ ഷോയിൽ ലക്ഷത്തിലധികം സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത്. മേളയിൽ രംഗത്ത് നിരവധി വിദഗ്ധരും എത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ മോട്ടോർ ഷോക്കാണ് ദുബായിൽ ഇന്ന് ആരംഭം കുറിച്ചത്. മീഡിയ 1, ദുബായ്. അബുദാബിയിലെ ഏറ്റവും അപകടകരമായ 10 റോഡുകളിലൊന്നായി പഠനത്തിൽ കണ്ടെത്തിയ അബുദാബി ഉവൈഫാത്ത് പാതയിൽ ഞായറാഴ്ച മുതൽ പുതിയ വേഗതാ പരിധി നിലവിൽ വരുന്നു. റോഡിലെ 3 ഭാഗങ്ങളിൽ വ്യത്യസ്ത വേഗതാ പരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് അബുദാബി ട്രാഫിക് പോലീസ് അറിയിച്ചു.
അൽദഹ്റ പാലം മുതൽ ബൈനുന ഫോറസ്റ്റ് വരെയുള്ള 176 കിലോമീറ്ററിൽ 100 കിലോമീറ്ററാണ് വേഗതാ പരിധിയായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെ വാഹനങ്ങൾ 121 കിലോമീറ്റർ വേഗതയിലെത്തിയാൽ റഡാറുകൾ പ്രവർത്തിക്കും. അമിത വേഗതയ്ക്കുള്ള പിഴയും ശിക്ഷയും ലഭിക്കുകയും ചെയ്യും. ബൈനുന ഫോറസ്റ്റ് മുതൽ ബറക്ക വരെ പരമാവധി വേഗത മണിക്കൂറിൽ 121 കിലോമീറ്ററാണ്. 140 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാനാകും. 141 കിലോമീറ്ററിലാണ് റഡാർ ക്രമീകരിച്ചിരിക്കുന്നത്. ബറക്ക മുതൽ ഗുവൈഫാത്ത് വരെ 100 കിലോമീറ്ററാണ് അനുവദനീയ വേഗത. 121 കിലോമീറ്ററിൽ റഡാർ ക്രമീകരിച്ചിട്ടുണ്ട്. ട്രക്കുകളടക്കം വലിയ വാഹനങ്ങൾ പരമാവധി 80 കിലോമീറ്റർ വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു. 3 ഘട്ടങ്ങളിലും വലിയ വാഹനങ്ങൾക്ക് ഇതേ വേഗതയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. യാത്രാ ബസ്സുകളുടെ പരമാവധി വേഗത മണിക്കൂറിൽ 100 കിലോമീറ്ററായും നിശ്ചയിച്ചിട്ടുണ്ട്. അബുദാബി ഗുവൈഫാത്ത് റോഡിലെ വെളിച്ചക്കുറവാണ് അപകടങ്ങൾക്ക് പ്രധാനമായും കാരണമാകുന്നതെന്ന് പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. അമിത വേഗത അപകട സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. റോഡിൽ പുതുതായി കൊണ്ടുവരുന്ന വേഗതാ നിയന്ത്രണം എല്ലാവരും പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മീഡിയ 1 അബുദാബി. വിദേശികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം കുവൈത്ത് പാർലമെന്ററി സമിതി തള്ളി. ഭരണഘടനയ്ക്കും ശരിയത്ത് നിയമങ്ങൾക്കും എതിരാണെന്ന വിശദീകരണത്തോടെയാണ് സമിതി നിർദ്ദേശം നിരാകരിച്ചത്. കഴിഞ്ഞ ജൂണിൽ കാമിൽ അലവാദി MP ആയിരുന്നു വിദേശികളിൽ നിന്ന് വിനിമയ നികുതി ഈടാക്കണമെന്ന നിർദ്ദേശം പാർലമെന്റിൽ അവതരിപ്പിച്ചത്. സർക്കാർ സേവനങ്ങൾ സബ്സിഡി നിരക്കിൽ അനുഭവിക്കുന്ന വിദേശികളിൽ നിന്ന് വിനിമയ നികുതി ഈടാക്കുന്നതിൽ അപാകതയില്ലെന്നായിരുന്നു MP-യുടെ വാദം. വിദേശികളുടെ ധനവിനിമയങ്ങൾക്ക് 5% നികുതി ഏർപ്പെടുത്തിയാൽ പ്രതിവർഷം 20 കോടിയിലേറെ ദിനാർ പൊതുഖജനാവിലേക്ക് എത്തിച്ചേരുമെന്നും സെൻട്രൽ ബാങ്ക് ചട്ടങ്ങളിൽ ഇതിനാവശ്യമായ ഭേദഗതികൾ വരുത്തണമെന്നും MP ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിയമസാധുത പരിശോധിക്കുന്നതിനായി പാർലമെന്റ് ലെജിസ്ലേറ്റീവ് കമ്മിറ്റിക്ക് കൈമാറിയ കരട് ബിൽ കഴിഞ്ഞ ദിവസം ചേർന്ന കമ്മിറ്റി നിരാകരിക്കുകയായിരുന്നു. നിർദ്ദേശം നികുതി സംബന്ധമായ ഭരണഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നായിരുന്നു നിയമകാര്യ സമിതിയുടെ വിശദീകരണം. ഒരാൾ സ്വന്തം അധ്വാന ഫലം സ്വദേശത്തേക്ക് അയക്കുന്നതിന് സർക്കാരിന് നികുതി നൽകണമെന്നത് ശരിയത്ത് നിയമങ്ങളുടെ പിൻബലമില്ലാത്തതാണെന്ന് സമിതി അംഗം അബ്ദുറഹിമാൻ അൽ ജീറാൻ പറഞ്ഞു. അതേസമയം വിദേശികളുടെ കുവൈത്തിൽ ജനിക്കുന്ന മക്കൾക്ക് കിൻഡർ ഗാർട്ടൻ മുതൽ അപ്പർ പ്രൈമറി വരെ സർക്കാർ ചെലവിൽ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശത്തിന് സമിതി അംഗീകാരം നൽകിയതായും അബ്ദുറഹിമാൻ അൽ ജീറാൻ വ്യക്തമാക്കി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ ശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെട്ടു. രാവിലെ തുടങ്ങിയ പൊടിക്കാറ്റ് വൈകുന്നേരം വരെ തുടർന്നു. കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖ നഗരങ്ങളായ ദമാം, ഹോബാർ, അൽഹസ എന്നിവിടങ്ങളിലാണ് പൊടിക്കാറ്റ് അനുഭവപ്പെട്ടത്. അടുത്ത ദിവസങ്ങളിലും പൊടിക്കാറ്റുണ്ടാവുമെന്നും ദൂരയാത്രക്കാരും ട്രക്ക് ഡ്രൈവർമാരും ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വേനൽ ചൂടിന് വിട പറയാനുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. രാവിലെ ഉണ്ടായ പൊടിക്കാറ്റിൽ നഗരത്തിലെ ഗതാഗത സംവിധാനം സ്തംഭിച്ചിരുന്നു. സൗദിയിൽ തൊഴിൽ പരിശോധന ശക്തമാക്കാൻ ആഭ്യന്തര തൊഴിൽ മന്ത്രാലയങ്ങളുടെ സംയുക്ത നീക്കം. വിദേശികളുടെ താമസരേഖയുടെയും തൊഴിലിന്റെയും നിയമസാധുത ഉറപ്പുവരുത്തുന്നതിന് പരിശോധന വീണ്ടും ശക്തമാക്കാനാണ് ഇരു മന്ത്രാലയങ്ങളുടെയും തീരുമാനം. പരിഷ്കരിച്ച തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിലാണ് തൊഴിൽ മേഖലയിൽ വീണ്ടും പരിശോധനയ്ക്ക് അധികൃതരുടെ നീക്കം. താമസരേഖകളുടെയും തൊഴിൽ മേഖലയുടെയും നിയമസാധുത ഉറപ്പാക്കി രാജ്യത്തെ തൊഴിൽ വിപണി കുറ്റമറ്റതാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തൊഴിൽ മന്ത്രി ഡോക്ടർ മുഫരിജ് അൽ ഹക്ബാനി, ആഭ്യന്തര മന്ത്രാലയം ഡെപ്യൂട്ടി ഡോക്ടർ അഹമ്മദ് സാലിം എന്നിവരുടെ നേതൃത്വത്തിൽ ഇരു മന്ത്രാലയത്തിലെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിലാണ് പരിശോധന ശക്തമാക്കാൻ ധാരണയായത്. യമൻ, സിറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് താമസ തൊഴിൽ വിഷയങ്ങളിൽ സർക്കാർ നൽകിയിട്ടുള്ള പ്രത്യേക ഇളവുകൾ പരിഗണിക്കും. പരിശോധന സംവിധാനം കാര്യക്ഷമമാക്കുന്നതിന് ഇരു മന്ത്രാലയങ്ങൾക്കുമിടയിൽ ഓൺലൈൻ ബന്ധം ഉണ്ടാക്കുന്നതിനും തൊഴിൽ സ്ഥാപനങ്ങളിലും പാതയോരങ്ങളടക്കം പുറം സ്ഥലങ്ങളിലും പരിശോധനകൾ തുടർച്ചയായി നടത്തുന്നതിനും നവീകരിച്ച സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും ധാരണയായിട്ടുണ്ട്. പരിശോധന ഫലപ്രദമാകുന്നതിന് നിയമലംഘകർക്കെതിരെ അനുശാസിക്കുന്ന ശിക്ഷ കർശനമായി നടപ്പാക്കപ്പെടുന്നുവെന്ന് നിരന്തര നിരീക്ഷണത്തിലൂടെ ഉറപ്പുവരുത്താനും ചർച്ചയിൽ നിർദ്ദേശമുണ്ടായി. നേരത്തെ നൽകിയ പൊതുമാപ്പിന് ശേഷവും നിരവധി വിദേശികൾ രാജ്യത്ത് അനധികൃതമായി കഴിയുന്നുണ്ട്. പുതിയ തൊഴിൽ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമാനുസൃതമായി രേഖകൾ ശരിപ്പെടുത്തി തൊഴിൽ താമസ നടപടികൾ നിയമവിധേയമാക്കാത്തവരെ പൂർണ്ണമായും നിയമ നടപടികൾക്ക് മുന്നിൽ കൊണ്ടുവരാനാണ് പുതിയ നീക്കം. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. മീഡിയ 7 തുടരുന്നു. മനുഷ്യക്കടത്ത് സംഘങ്ങളോട് വിട്ടുവീഴ്ചയില്ലെന്ന് കുവൈത്ത്. ജോലിയോ തസ്തികകളോ കാണിക്കാതെ വിദേശികളെ റിക്രൂട്ട് ചെയ്ത 100ഓളം ഊഹക്കമ്പനികൾക്കെതിരെ കേസെടുത്തതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ വിപണിയിൽ റെയ്ഡുകൾ വ്യാപകമാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. തൊഴിൽ മന്ത്രാലയത്തിലെ പരിശോധക വിഭാഗം പോലീസ് സഹായത്തോടെ നടത്തിയ റെയ്ഡുകളിലാണ് ഉൽപാദനപരമായ യാതൊരു പ്രവൃത്തിയും നടത്താത്ത നിരവധി സ്ഥാപനങ്ങൾ കണ്ടെത്തിയത്. പ്രാഥമിക പരിശോധനയിൽ വിസക്കച്ചവടത്തിനായി മാത്രം പ്രവർത്തിക്കുന്നവയെന്ന് തോന്നിച്ചവയുടെ ഫയലുകളിൽ സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷമാണ് 100ഓളം സ്ഥാപനങ്ങൾക്കെതിരെ പ്രോസിക്യൂഷനെ സമീപിച്ചതെന്ന് മാനവ വിഭവശേഷി വിഭാഗം ഉപമേധാവി ബദരി അൽ മുഖൈമി വെളിപ്പെടുത്തി. ജോലിയോ തസ്തികകളോ കാണിക്കാതെ ആയിരക്കണക്കിന് തൊഴിലാളികളെ ഇത്തരം കമ്പനികളുടെ പേരിൽ റിക്രൂട്ട് ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്.
അനധികൃതമായി വിസകൾ തരപ്പെടുത്തി വിദേശികൾക്ക് വിൽപ്പന നടത്തുകയാണ് കടലാസ് കമ്പനികളുടെ പ്രധാന പ്രവർത്തനം. ഇത്തരം വിസകളിൽ രാജ്യത്തെത്തുന്ന വിദേശികളാണ് പിന്നീട് താമസരേഖകൾ പുതുക്കാനാവാതെ അനധികൃത താമസക്കാരായി മാറുന്നത്. വിദേശി ഉദ്യോഗാർത്ഥികളെ ചൂഷണം ചെയ്യുന്നതോടൊപ്പം കുവൈത്തിനെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഊഹക്കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കില്ലെന്ന് ബദറിയാൽ മുക്കൈമി കൂട്ടിച്ചേർത്തു. നേരത്തെ കുവൈത്തിൽ മനുഷ്യക്കടത്ത് വ്യാപകമാകുന്നതായി അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയവും മനുഷ്യാവകാശ സംഘടനകളും ആരോപിച്ചിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദി കമ്പനി നിയമത്തിൽ ഉദാര നയത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് ഏകാംഗ ഉടമസ്ഥതയിലുള്ള കമ്പനി നിയമത്തിന് അംഗീകാരം നൽകിയത്. വാണിജ്യ വ്യവസായ മന്ത്രി സമർപ്പിച്ച പരിഷ്കരണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകുകയായിരുന്നു. 2011 മാർച്ച് 20 ചേർന്ന സൗദി ഷൂറ കൗൺസിലിന്റെ തീരുമാനപ്രകാരം സൗദി കമ്പനി നിയമത്തിൽ ഇളവ് അനുവദിക്കാൻ വാണിജ്യ വ്യവസായ മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയ സമർപ്പിച്ച നിർദ്ദേശത്തിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. വ്യക്തികളുടെ ഏകാംഗ ഉടമസ്ഥതയിലുള്ള വാണിജ്യ സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ്മെന്റുകളായി പരിഗണിച്ചിരുന്നത് പുതിയ നിയമമനുസരിച്ച് കമ്പനികളായി പരിവർത്തിപ്പിക്കും. സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ വാണിജ്യ മേഖലയുമായി ബന്ധമുള്ളതായിരിക്കണമെന്നതാണ് ഇത്തരം ഏകാംഗ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ അംഗീകാരത്തിനുള്ള നിബന്ധന. ഓഹരി കമ്പനികളിൽ ചുരുങ്ങിയത് 5 പങ്കാളികൾ ഉണ്ടായിരിക്കണമെന്ന നിയമത്തിലും ഉദാരത അനുവദിച്ചിട്ടുണ്ട്. പുതിയ നിയമമനുസരിച്ച് 2 പേർ പങ്കാളികളായിക്കൊണ്ട് ഓഹരി കമ്പനി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത്തരം ഓഹരി സ്ഥാപനങ്ങൾക്ക് ചുരുങ്ങിയത് 20 ലക്ഷം റിയാൽ മുതൽ മുടക്ക് വേണമെന്നത് 5000 റിയാലാക്കിയും ഇളവ് അനുവദിച്ചു. കമ്പനി നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാനും മന്ത്രിസഭ അംഗീകാരം നൽകി. നിയമലംഘനങ്ങൾക്ക് 5 വർഷം വരെ തടവും 50 ലക്ഷം റിയാൽ പിഴയും നൽകാനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. മീഡിയ 1 റിയാദ്. ബ്രസീലിൽ നിന്ന് ഗോമാംസം ഇറക്കുമതി ചെയ്യാനുള്ള വിലക്ക് സൗദി അറേബ്യ പിൻവലിച്ചു. കാലികളെ ബാധിക്കുന്ന ഭ്രാന്തി രോഗത്തിൽ നിന്ന് ബ്രസീലിനെ മുക്തമാക്കിക്കൊണ്ടുള്ള വേൾഡ് ഓർഗനൈസേഷൻ ഫോർ അനിമൽ ഹെൽത്ത് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് വിലക്ക് നീക്കിയത്. ബ്രസീലിൽ നിന്നുള്ള ഗോമാംസത്തിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും താൽക്കാലികമായി നിർത്തിവെച്ച ഇറക്കുമതി നിയന്ത്രണം നീക്കിയതായി സൗദി ജനറൽ അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ഡ്രഗ്സ് ആണ് അറിയിച്ചത്. കാലികളെ ബാധിക്കുന്ന ഭ്രാന്തരോഗത്തിൽ നിന്നും ബ്രസീലിനെ മുക്തമാക്കിക്കൊണ്ടുള്ള വേൾഡ് ഓർഗനൈസേഷൻ ഫോർ അനിമൽ ഹെൽത്തിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് വിലക്ക് പിൻവലിച്ചത്. സൗദിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നിബന്ധനകൾ പൂർണ്ണമായും പാലിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇറക്കുമതി തുടരാൻ ഇരു രാജ്യങ്ങളിലെയും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ ധാരണയിലെത്തിയത്. സൗദി ഫുഡ് കമ്മീഷൻ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് സലാഹ് അൽ മൈമാൻ, ബ്രസീൽ കൃഷി ഭക്ഷ്യവിതരണ വകുപ്പ് മന്ത്രി കാദിയ അബ്രോ എന്നിവർ ഇതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. നിബന്ധനകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത് കയറ്റുമതി രാഷ്ട്രമായ ബ്രസീൽ സർക്കാരിന്റെ ചുമതലയാണെന്ന് ധാരണയിൽ വിശദമാക്കിയിട്ടുണ്ട്. ഫ്രാൻസിൽ നിന്നുള്ള ബീഫിന് ഇറക്കുമതിക്ക് 15 വർഷമായി തുടരുന്ന വിലക്ക് സൗദി അറേബ്യ കഴിഞ്ഞ മാസം നീക്കിയിരുന്നു. ഫ്രാൻസിന് പിറകെ ബ്രസീൽ ബീഫിനുള്ള വിലക്കും നീങ്ങുന്നതോടെ സൗദിയിലേക്ക് ഏറ്റവുമധികം ബീഫ് കയറ്റി അയക്കുന്ന ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും ഇത് തിരിച്ചടിയാകും. മീഡിയ 1 റിയാദ്. ഇസ്ലാം ജീവിതത്തിന്റെ കണ്ണാടി എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനോടനുബന്ധിച്ച് തനിമ ജിദ്ദ സൗത്ത് സോൺ നടത്തിയ വായനാ മത്സരത്തിൽ വിജയികളായവരെ ആദരിച്ചു. IPH പ്രസിദ്ധീകരിച്ച സത്യസാക്ഷ്യം എന്ന ലഘുകൃതിയെ ആസ്പദമാക്കി നടന്ന മത്സരത്തിൽ 1ാം സ്ഥാനം സെറീന ഉസ്മാൻ, 2ാം സ്ഥാനം ഫൗസിയ സഫർ, 3ാം സ്ഥാനം ഷിഹാബ് കുണ്ടിൽ എന്നിവർ നേടി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ജമാഅത്തെ ഇസ്ലാമി കേരള വനിതാ വിഭാഗം പ്രസിഡന്റ് സഫിയ അലി, സഫറുള്ള മുല്ലോളി, മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി, ഹഫ്സ ഉമർ, നജിമുദ്ദീൻ എന്നിവർ വിതരണം ചെയ്തു. ഷറഫിയ ഇമാം ബുഹാരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ VK ഇസ്മായിൽ, ഷിഹാബുദ്ദീൻ കരുവാരക്കുണ്ട്, ഷിഹാബ് വേങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കുവൈത്ത് സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫഹഫിൽ ഈസ്റ്റ് ജേതാക്കളായി. കലാ കുവൈത്തിന്റെ വിവിധ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് 20 ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ മങ്ങോഫ് ടീം രണ്ടാമതെത്തി. ഖൈത്താനിൽ നടന്ന മത്സരങ്ങൾ കലാ കുവൈത്ത് പ്രസിഡന്റ് TV ഹിക്മത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ഷെഫ് അനിൽകുമാർ ഒരുക്കുന്ന ലൈവ് കുക്കറി ട്രീറ്റ് ഷോ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നാളെ നടക്കും. വിവിധ പാചകരീതികളെ പരിചയപ്പെടുത്തുന്ന കുക്കറി ട്രീറ്റ് ഷോ വൈകിട്ട് 6:45 മുതൽ 7:30 വരെയാണ് നടക്കുക. പുസ്തകമേള നഗരിയിലെ സെലിബ്രിറ്റി കുക്കറി കോർണറിലാണ് ഷോ നടക്കുക. സെന്റ് ജോൺസ് മാർത്തോമ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. അബ്ബാസിയ ഇന്റഗ്രേറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വിളവെടുപ്പ് ഘോഷയാത്രയോടെയായിരുന്നു ആദ്യ ഫലപ്പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിച്ചത്.
ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി AK ശ്രീവാസ്തവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി സുനിൽ എ. ജോൺ അധ്യക്ഷത വഹിച്ചു. CSI മോഡറേറ്റർ ഡോക്ടർ G. ദൈവാശീർവാദം, മാർത്തോമ സഭ സീനിയർ വികാരി TK മാത്യു എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് സെന്റ് ജെയിംസ് മാർത്തോമ ഇടവക വികാരി CS കറിയ നേതൃത്വം നൽകി. റവറൻ സുനിൽ ജോയ്, റവറൻ സാംജി കെ സാം, KP കോശി, റോയ് കെ യോഹന്നാൻ, എബി വാരിക്കാട്, ജിബി വർഗീസ്, സോഫി ജോൺ, ജോൺ സി സാമുവൽ, ബൈജു ജോസ് എന്നിവർ സംസാരിച്ചു. സാം കടമ്പനിട്ട് നയിച്ച ഗാനമേളയും കുട്ടികളുടെ കലാപരിപാടികളും വിവിധ മത്സരങ്ങളും അരങ്ങേറി. കേരളീയ വിഭവങ്ങൾ അണിനിരത്തിയ ഭക്ഷ്യമേളയും ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനെ ആകർഷകമാക്കി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് ദുബായിൽ ടെന്നീസ് മാരത്തൺ സംഘടിപ്പിക്കുന്നു. ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ ടെന്നീസ് കോർട്ടിൽ ഈ മാസം 13, 14 തീയതികളിലായി 24 മണിക്കൂർ നീളുന്ന ടെന്നീസ് മാരത്തൺ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഷെരീഫ് ഇന്റർനാഷണൽ സ്പോർട്സ് മാനേജ്മെന്റാണ് സംഘാടകർ. 6 ടീമുകളാണ് ടെന്നീസ് മാരത്തണിൽ പങ്കെടുക്കുക. 2013 വിംബിൾട്ടൺ ചാമ്പ്യൻ മെരിയോൺ ബർട്ടോളിയും ടെന്നീസ് മാരത്തണിൽ പങ്കെടുക്കാനെത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. തളിപ്പറമ്പുകാരുടെ UAE-യിലെ പ്രവാസി കൂട്ടായ്മയായ ഗേറ്റ് സംഘടിപ്പിക്കുന്ന 3ാമത് തളിപ്പറമ്പ് ഫുട്ബോൾ മേള ഈ മാസം 20-ന് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ദുബായ് അബുഹൈൽ മെട്രോ സ്റ്റേഷന് സമീപമുള്ള സ്കൗട്ട് മിഷൻ ഗ്രൗണ്ടിലാണ് മേള നടക്കുക. ഹൃദയാഘാതത്തെ തുടർന്ന് തൃശൂർ സ്വദേശി ഖത്തറിൽ മരിച്ചു. വടക്കേക്കാട് കൊച്ചന്നൂർ സ്വദേശി കേശവത്ത് പറമ്പിൽ KP ഷഹീറാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്ന ഷഹീറിനെ നെഞ്ചുവേദനയെ തുടർന്ന് സുഹൃത്തുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 7 വർഷമായി ഖത്തറിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. കമ്മാളമുറി വീട്ടിൽ മീനാക്കുട്ടിയാണ് പിതാവ്. അസ്നയാണ് ഭാര്യ. 3 മാസം പ്രായമുള്ള കുട്ടിയുണ്ട്. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. അഫ്ഗാനിസ്ഥാൻ സർക്കാർ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് 2000-ഓളം പേർ മാർച്ച് നടത്തി. അഫ്ഗാനിസ്ഥാനിലെ ഹസാര വിഭാഗക്കാരാണ് മാർച്ച് നടത്തിയത്. കഴിഞ്ഞ ദിവസം ഹസാര വിഭാഗത്തിൽപ്പെട്ട 7 പേരെ IS കഴുത്തറുത്തു കൊന്നിരുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളേന്തിയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. 3 സ്ത്രീകളും ഒരു കുഞ്ഞും ഉൾപ്പെടെ 7 പേരാണ് കൊല്ലപ്പെട്ടത്. این هویداستی در هیچ جای از دنیا در هیچ یک از مکتب‌ها و نهادهایی که تا هنوز توسط انسان‌ها پایگذاری شده چه الهی بوده چه زمینی ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് സർക്കാരിന്റെ ചുമതലയാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. اسرایی که اخیراً توسط مخالفین مسلح دولت سر برده شدن و کرامت انسانی اینا لطمه وارد شده. بالاخره از طرف مردم اقشار مختلف مردم در این جدی تظاهرات اشتراک کردند. താലിബാനിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളെ തുടർന്ന് തെക്കൻ അഫ്ഗാനിസ്ഥാനിൽ തുടർച്ചയായി അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയാണ്. വിവിധ അക്രമ സംഭവങ്ങളിലായി 80-ഓളം പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അക്രമങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നാണ് അഫ്ഗാൻ സർക്കാരിന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സൗദിയിലുടനീളമുള്ള റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങളിൽ മന്ത്രാലയ അധികൃതർ നടത്തിയ റെയ്ഡിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായും കമ്പനികളും ഓഫീസുകളും അടക്കം 8 സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ പിൻവലിച്ചതായും മന്ത്രാലയ അധികൃതർ അറിയിച്ചു. കൂടാതെ നിയമലംഘനം നടത്തിയ 305 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് സംബന്ധിച്ച് മന്ത്രാലയം അംഗീകരിച്ച വ്യവസ്ഥകളിലും മുസാനിദ് സെന്ററിൽ സ്ഥാപനങ്ങളുടെ സേവന നിരക്കടക്കമുള്ള വിശദവിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന വ്യവസ്ഥ ലംഘിച്ചതിനുമാണ് സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയത്. മാധ്യമത്തിന്റെ പുതിയ പ്രസിദ്ധീകരണമായ കുടുംബം മാസികയുടെ ബഹ്റൈൻ തല പ്രകാശനം കേരളീയ സമാജത്തിൽ നടന്നു. കേരളീയ സമാജം പ്രസിഡന്റ് വർഗീസ് കാരക്കൽ ഇന്ത്യൻ സ്കൂൾ സെക്രട്ടറി ഡോക്ടർ ഷെമിലി P. ജോണിന് കോപ്പി നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. V. അബ്ദുൽ ജലീൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാധ്യമം ബഹ്റൈൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ സയ്യിദ് റമലാൻ അധ്യക്ഷനായിരുന്നു. ബഹ്റൈനിലെ സാംസ്കാരിക പ്രവർത്തകരും സംഘടനാ പ്രതിനിധികളുമടങ്ങിയ സദസ്സിന് AV ഷെറിൻ പ്രസിദ്ധീകരണം പരിചയപ്പെടുത്തി. ചടങ്ങിൽ ഷക്കീബ് നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈനിലെ പ്രശസ്ത ഷോപ്പിംഗ് മാളായ അൻസാർ ഗാലറിയിൽ ഉപഭോക്താക്കൾക്കായി പ്രഖ്യാപിച്ച സമ്മാന പദ്ധതിയുടെ 6ാമത് ആനിവേഴ്സറി മെഗാ കാർ റാഫിൾ ഡ്രോ നടന്നു.
വാണിജ്യ മന്ത്രാലയം പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടന്ന നറുക്കെടുപ്പിൽ സോഹേൽ, മാരൻ കണ്ടയിൽ അലി എന്നിവർ ജേതാക്കളായി. ഒന്നാം സമ്മാനമായ മിത്സുബിഷി ഔട്ട്ലാൻഡർ ലക്ഷറി കാറുകളാണ് വിജയികൾക്ക് സമ്മാനമായി ലഭിച്ചത്. 30ഓളം സമ്മാനങ്ങളുടെ നറുക്കെടുപ്പും നടന്നു. 20ഓളം ഉപഭോക്താക്കൾക്ക് ഇൻസ്റ്റന്റ് സർപ്രൈസ് ഗിഫ്റ്റുകളും നൽകി. നറുക്കെടുപ്പിന്റെ വിശദവിവരങ്ങൾ അൻസാർ ഗാലറിയുടെ വെബ്സൈറ്റിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ബഹ്റൈനിൽ 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള വിലക്ക് നിലവിൽ വന്നു. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച നിയമനിർദ്ദേശം ആഭ്യന്തരമന്ത്രി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ട്രാഫിക് ഡയറക്ടർക്ക് നൽകി. സ്വകാര്യ കാറുകൾ, മോട്ടോർ സൈക്കിളുകൾ തുടങ്ങി ഏത് വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങളും 5 വർഷത്തിനുള്ളിൽ പഴക്കമുണ്ടെങ്കിൽ രാജ്യത്തേക്ക് ഇനി മുതൽ ഇറക്കുമതി ചെയ്യാനാകില്ല. രാജ്യത്തേക്ക് വരുന്ന പല വിദേശികളും തങ്ങളുടെ വാഹനങ്ങൾ ബഹ്റൈനിൽ ഉപയോഗിക്കുന്നതിനായി കൊണ്ടുവരാറുണ്ട്. നിലവിൽ അതിന്റെ പഴക്കം പരിഗണിക്കാതെ രജിസ്ട്രേഷൻ നൽകാറുണ്ട്. എന്നാൽ ഇനി മുതൽ 5 വർഷത്തേക്കാൾ പഴക്കമുള്ള വാഹനങ്ങൾ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തും. മസ്കത്തിൽ മലയാളി ദമ്പതികളെ ദുരൂഹ സാഹചര്യത്തിൽ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് കുറ്റ്യാടി അടുക്കത്ത് കിണർവരമ്പത്ത് വീട്ടിൽ വിജേഷ്, ഭാര്യ മൃദുല എന്നിവരാണ് മരിച്ചത്. ഇവരുടെ 2.5 വയസ്സുള്ള മകൾ ദീപ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ജിഫ്നൈനിലെ ഇവരുടെ താമസ സ്ഥലത്ത് ശരീരത്തിൽ വയർ ചുറ്റിയ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടത്. ഇവർ സ്വയം വൈദ്യുതാഘാതമേൽപ്പിച്ച് ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹങ്ങൾ റോയൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പൂർണ്ണമാവുന്നു. Good night.